ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ഹാൻഡ് ബാഗ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് വെൽവെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചുരിദാറിനൊക്കെ വെക്കുന്ന സ്റ്റിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ആണെങ്കിൽ ലൈനിങ് തുണിക്ക് വേണ്ടി ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സിബ് എടുത്തിട്ടുണ്ട്, കത്രിക എടുത്തിട്ടുണ്ട്, ചോക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ള വീഡിയോയിലോട്ട് പോകാം. എന്നിട്ട് നമ്മൾ തുണി ഇവിടെ കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ 13 ഇഞ്ച് നീളവും 15 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. അന്നേരം നമുക്ക് ഇതേ രീതിയിൽ ലൈനിങ് കൂടെ വെട്ടിയെടുത്തിട്ട് വരാം. അന്നേരം നമുക്ക് ഈ ലൈനിങ്ങും ഇതെല്ലാം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. അന്നേരം നമ്മൾ ലൈനിങ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇട്ടിട്ട് വന്നിട്ടുള്ളത്. അന്നേരം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സിബ്ബാണ് വെക്കാൻ പോകുന്നത്. ഈ ഭാഗം മടക്കി അടിച്ചതിന് ശേഷമാണ് നമ്മൾ സിബ്ബ് വെക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അന്നേരം നമ്മൾ ഈ ഭാഗമാണ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. മടക്കി കൊടുത്തതിന് ശേഷം ഈ സിബിൻ്റെ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗം മടക്കിയതിന് ശേഷം സിബ് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് ഭാഗവും അപ്പുറത്തെ വശവും ഈ വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അന്നേരം നമ്മൾ സിബൊക്കെ ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യണമെന്ന് പറയാം, ഈ ഭാഗം ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടായിട്ട് മറിച്ച് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെക്കണം. മനസ്സിലായോ? ഇങ്ങനെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നല്ല വശം ഈ രണ്ട് ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇതിനെ ഒന്നും കൂടി മറിച്ച് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് 2 ഇഞ്ച് സ്ക്വയറായിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ഇഞ്ച് നമ്മൾ സ്ക്വയറായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബോക്സ് പോലെ നമ്മൾ വരച്ചെടുത്തിട്ട് നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്യുക. ഇത്രയും ഭാഗം കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അന്നേരം ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടാൻ മറന്നു കേട്ടോ. ഞാൻ ചെറിയൊരു ഓറ പോലെ ഇവിടെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതുപോലെ നമ്മളിവിടെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമായിരുന്നേ. അത് ഞാൻ വീഡിയോ ഇടാൻ മറന്നുപോയി കേട്ടോ. ഇവിടെ ഈ 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യാൻ എടുത്തില്ലേ, അപ്പോഴത്തേക്ക് ഈ 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യാൻ ഇവിടെ എടുത്തില്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ മറന്നുപോയി കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നറിയോ, ഈ 2 ഭാഗം കൂടെ ഇങ്ങനെ വെച്ചങ്ങ് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ? ഇതേ രീതി മനസ്സിലായോ? അതെ, നമ്മളിങ്ങനെ എടുത്തതിന് ഇങ്ങനെ എടുത്തിട്ട് ഈ 2 ഭാഗവും ഇതേ രീതി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇതേ രീതി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അന്നേരം നമ്മൾ ഇതേ രീതി സ്റ്റിച്ച് ചെയ്തെടുത്ത് 2 വശവും എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം, ഇനിയിപ്പോൾ നല്ല വശത്തോട്ട് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇതേ രീതിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യണമെന്ന് അറിയാമോ, പിന്നെ ഈ 2 ഭാഗത്ത് നമ്മൾ വള്ളിയാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ഞാൻ 26 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയായിട്ടാണ് ഞാൻ വള്ളി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഭാഗത്ത് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് വരാം. ഇതാണ് നമ്മളുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക്. ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.